സിറിയയിൽ ഷിയ മിലീഷ്യ വിഭാഗം ശക്തി തേടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അത് സിറിയയിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കക്ക് വലിയ സ്വാധീനമുള്ള രാജ്യമാണ് സിറിയ. പക്ഷേ അത് മുൻപത്തെ പോലെയല്ല. അതായത് ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിനൊക്കെ മാറ്റങ്ങൾ വന്നു. കൂടുതലും ഷിയ വിഭാഗങ്ങളുള്ള ഏരിയകളിൽ വലിയ ശക്തി സംഭരിക്കുന്നു. അതിന് ഇറാൻ പിന്തുണ നൽകുന്നു. അത് സായുധപരമായ രീതിയിലും സാമ്പത്തികമായും സഹായിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് യുദ്ധത്തിൻ്റെ രൂപകാര്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് സിറിയയെ പരാമർശിച്ചു കൊണ്ടുവരുന്നത്. സിറിയയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് നിരന്തരം ഇടപെടലുണ്ട്. പല റിപ്പോർട്ടിൻ്റെ അകത്തും അത് കാണുന്നില്ല. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഭരണം നടത്തുന്ന വിഭാഗം അല്ലെങ്കിൽ ഭരണകൂടം 100% അമേരിക്കക്ക് സപ്പോർട്ടാണ്. അപ്പോൾ തന്നെ സ്വാഭാവികപരമായ രീതിയിൽ ഇസ്രായേലിനും സപ്പോർട്ട് ചെയ്യും. ഗോലാൻ കുന്നിൻ്റെ മേഖലകൾ നിരന്തരം പിടിച്ചെടുത്ത് സിറിയയുടെ കൈവശത്തിൽ ഇപ്പോൾ ഗോലാൻ കുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അതിന് ഉത്തരം പറയാൻ സാധിക്കാത്ത വിധമാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് സിറിയയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ഗോലാൻ കുന്ന് ഇസ്രായേൽ പിടിച്ചടിക്കിയത്. പിന്നീട് അത് വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ആയ സമയത്ത് ഐക്യരാഷ്ട്രസഭ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. 3 ഭാഗങ്ങളായിട്ട് ഗോലാൻ കുന്നിനെ ഭാഗിക്കുന്നു. സിറിയയുടെ കൈവശത്തിലുള്ള ഒരു ഭാഗം, പിന്നീട് ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള മറ്റൊരു ഭാഗം. 2 കൂട്ടർക്കും അങ്ങോട്ട് പ്രവേശനമില്ലാത്ത തരത്തിൽ UN സഭയുടെ സൈനിക നിയന്ത്രണത്തിലുള്ള മറ്റൊരു ഭാഗം. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു ഭാഗവുമില്ല, എല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അവിടെ UN സഭയുള്ള സൈനികരെ അവർ ഓടിച്ചു എന്നാണ് പറഞ്ഞത് ഇസ്രായേൽ സൈനികർ. ആർക്കും പരാതിയില്ല. അമേരിക്കയിലെ പരാതി പറയേണ്ടത് പരാതി പറയില്ല. പിന്നെ സിറിയയുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ സൈന്യം പറയുന്നത് അമേരിക്ക പറയുന്നതാണ് സിറിയയുടെ സൈന്യം കേൾക്കുക. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവർക്ക് റോള് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പിടിച്ചെടുത്ത് സിറിയയുടെ ഭൂപ്രദേശത്തിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇസ്രായേൽ മാറുന്നു. അവിടെ ഭൂരിപക്ഷം സുന്നി വിഭാഗമാണ്. 65 മുതൽ 70% ഈ ജനസംഖ്യാനുപാതികമായി സിറിയക്കകത്ത് സുന്നി വിഭാഗമാണ്. അവർക്ക് ഇതൊക്കെ സപ്പോർട്ടാണ്. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഷിയ വിഭാഗം അങ്ങനെയല്ല. അവർ സംഘടിച്ചിട്ടുണ്ട്. അവരുടെ ഈ പ്രോക്സി വിഭാഗം സജീവമായിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, ഗ്രാമീണ മേഖലയൊക്കെ വലിയ സ്വാധീനമുള്ളിടത്തൊക്കെ ഈ പ്രാദേശിക ഭരണം നടത്തുന്നത്, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഭരണം പോലെ നടത്തുന്നത് ഈ വിഭാഗമാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത സിറിയയുടെ ഭൂമിക്കൊക്കെ ഉണ്ട്. സ്വാധീനമുള്ള മേഖലയിലൊക്കെ ഭൂരിപക്ഷമുള്ള മേഖല അവരുടെ പ്രാദേശിക ഭരണം നടത്തുക എന്നുള്ളത്. ഷിയാക്കൾ 15 മുതൽ 20% വരെ വളരെ നിർണായകമായിരിക്കുന്ന വിഭാഗമായിട്ട് സിറിയയിലുണ്ട്. മാത്രമല്ല ശതമാനം നോക്കുന്ന സമയത്ത് 65 മുതൽ 70% വരെ സുന്നികളാണെങ്കിലും അത് ഷിയ വിഭാഗം 15 മുതൽ 20% വരെ ആണ് എങ്കിലും വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ബിസിനസ് രംഗത്ത്, ടൂറിസം രംഗത്ത് എല്ലാം സ്വാധീനം ഷിയാക്കൾക്കാണ്. സൈനിക രംഗത്തും അത്യാവശ്യം മോശമല്ലാത്ത വിഭാഗമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഷിയ വിഭാഗത്തെ സൈന്യത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ അസദിൻ്റെ ഭരണകൂട കാലത്തൊക്കെ നല്ല ഏറ്റവും പ്രാധാന്യമുള്ള മിലിറ്ററി തലവന്മാരുടെ മേഖലയിലെല്ലാം ഇവരായിരുന്നു, ഷിയാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ അയച്ചുപണി നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ക്രൈസ്തവർ അവിടെ ഏകദേശം 8 മുതൽ 10% വരെയാണ് മൊത്തത്തിൽ ഉണ്ടാകുന്നത്. അത് പിന്നീടുള്ള ജൂതന്മാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അസദ് ഭരണകാലത്ത് ജൂതന്മാർ 0.01% ആ ശതമാനം ഉണ്ടായിരുന്നു. ഡമാസ്കസിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവരെ അത്യാവശ്യം കാണാൻ വേണ്ടി സാധിക്കായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് അവരൊന്നും കാണാതായി. ഒറ്റപ്പെട്ട കുടുംബങ്ങളോ വ്യക്തികളോ അല്ലാതെ ഷിയ വിഭാഗം അവിടെ നിന്ന് രാഷ്ട്രീയമായിരിക്കുന്ന പ്രതിസന്ധിയും വിഷയങ്ങളും യുദ്ധവും കെടുതിയും അതുമായി ബന്ധപ്പെട്ട കാരണത്താലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹികമായിരിക്കുന്ന പാശ്ചാത്തലം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ള ഒരു കാലാവധിയാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് ഇസ്രായേലിലേക്ക് മടങ്ങിയവരുണ്ട്, അമേരിക്കയിലേക്ക് മടങ്ങിയതുകൊണ്ട് കാണാതായവരുണ്ട്. അതെങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മതമില്ലാത്തവർ 1.3% അവിടെ ഉണ്ടായിരുന്നത്. ഈ ശതമാനം കുറഞ്ഞ കാലത്തിൽ, അതായത് അസദിൻ്റെ ആ കാലഘട്ടത്തിൽ കൂടിക്കൂടി വന്നിരുന്നു. 1 മുതൽ 7% വരെ ആയിരുന്നു. പിന്നീട് അവിടെ പരിവർത്തനം ഉണ്ടായി.
അവർ പിന്നീട് ഇസ്ലാം മതം വിശ്വസിക്കുകയും അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. ശതമാനം അങ്ങനെ കുറഞ്ഞ് വർഷം തോന്നുന്നതനുസരിച്ച് കുറഞ്ഞു വന്നു. ഇപ്പോൾ 1.3% എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 1% താഴെയാണ് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അത് കൃത്യമായിരിക്കുന്ന ഒരു കണക്ക്. കാര്യം ഒരു 5-10 വർഷത്തിൻ്റെ ഇടയിൽ അവിടെ സംഘർഷ ഭൂമിയാണ്, പ്രശ്നബാധിത പ്രദേശമായതുകൊണ്ട് അവിടെ കൃത്യമായിരിക്കുന്ന ഒരു ജനസംഖ്യാനുപാതിക കണക്കെടുക്കാനൊന്നും സിറിയയിൽ സാധിക്കാത്തത് കൊണ്ട് മുൻപുള്ളതിനെ ഈ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകദേശം അവിടുത്തെ സാമൂഹ്യ പാശ്ചാത്തലമൊക്കെ അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ചരിത്രകാരന്മാരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പറയുന്നതിൻ്റെ കണക്കാണ് 1% താഴെ വന്നിട്ടുണ്ട് എന്നുള്ളതും. അതിൽ കൂടുതലുള്ളവരെല്ലാവരും ഇസ്ലാമിലേക്കാണ് പരിവർത്തനം ചെയ്തത്. ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ഉണ്ട്, അതിലേക്ക് പോയിട്ടില്ല എന്നാണ് അവർ പരാമർശിക്കുന്നത്. ആ ഭാഗം പറയുന്നത് അങ്ങനെയാണ്. അഹമ്മദ് അൽ ഷാറ 2025 ജനുവരി 29 അധികാരമേൽക്കുന്നത്. നമുക്കറിയാം അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞാൽ അൽ ഖ്വയ്ദ പോലെയുള്ള ഒരു ഭീകര സംഘത്തിൻ്റെ ഒരു നേതാവായിരുന്നു, തലവനായിരുന്നു. അത് എത്ര $100 മില്യൺ അങ്ങനെ എന്തോ ഒരു സംഖ്യ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വേണ്ടി അമേരിക്ക പ്രഖ്യാപിച്ചതാണ്. അത് HTSൻ്റെ തലവൻ, HTS എന്ന് പറഞ്ഞ അയാളുടെ സംഘടന ഹയാത്ത് തഹ്രീർ അൽ ഷാം. ഈ സംഘടന തീവ്രമായ നിലപാടുകളും സമീപനങ്ങളിലാണ്, വിദേശ രാജ്യത്തു നിന്നൊക്കെ പണം വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ സിറിയയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ കുറേ ആൾ കാണാനില്ല, അവിടെ പിന്നെ വിപ്ലവം ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തീവ്രവാദികളും ഭീകരവാദികളും അങ്ങനത്തെ കുറേ പേരുകൾ അങ്ങോട്ട് എഴുതിയിട്ട് പറയപ്പെട്ട ഒരു സംഘടനയാണ് HTS, ഹയാത്ത് തഹ്രീർ അൽ ഷാം. ഇതിൻ്റെ തലവനാണ് അഹമ്മദ് അൽ ഷാറ. അപ്പോൾ അവിടുത്തെ ഭരണാധികാരി ബഷർ അസദ് 2024 ഡിസംബർ 30 രാജ്യം വിട്ടുപോയി, റഷ്യയിലേക്ക് അഭയം തേടിപ്പോയി. ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം റഷ്യയുടെ എംബസിയിൽ അഭയം തേടി. റഷ്യയുടെ എംബസി പ്രത്യേകമായിരിക്കുന്ന വിമാനം ഏർപ്പാട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ റഷ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ സുരക്ഷാ മേഖലയിലേക്ക് താമസിപ്പിക്കുന്നു. ഇതിനിടെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയാൾ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാറില്ല. എന്തായെന്നുള്ളത് ആർക്കറിയാം. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ വിഷയം അതല്ല. അദ്ദേഹത്തിൻ്റെ ഇത് അട്ടിമറിഞ്ഞതോടുകൂടി ഒരു സൈനിക ട്രൂപ്പും സൈനിക വിഭാഗവും ആണ് ഈ അഹമ്മദ് അൽ ഷാറയുടെ HTS എന്ന് പറയുന്ന സംഘം ഇങ്ങോട്ട് മാർച്ച് ചെയ്തു. തലസ്ഥാനമായ ഈ സിറിയയുടെ തലസ്ഥാന മേഖലയിലേക്ക്, ഡമാസ്കസിലേക്ക്. അവിടേക്ക് ഈ യാത്ര ചെയ്തെന്ന് വെച്ചാൽ സൈനിക വിപ്ലവം നടത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടുന്ന് മറ്റുള്ള ബഷർ അസദിൻ്റെ സൈനികം അപ്പാടെ തന്നെ കീഴടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവിടെ കുറേ രാഷ്ട്രീയ സംഘടനകളും നാടകങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറയപ്പെട്ട ഭീകരവാദി നേതാവായിരിക്കുന്ന അൽ ഷാറ എന്ന് പറയുന്ന ആൾ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കലായി, അവിടുത്തെ സഹായം പ്രഖ്യാപിക്കലായി, എന്തൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വമായിട്ട് തിരഞ്ഞെടുക്കലായി. അങ്ങനെ തോയനായി അമേരിക്ക എന്നിട്ട് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കുറേ പൈസയൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടാണ് ഈ $100 ഇയാൾക്ക് കൊടുത്ത ഈ തലക്ക് ഈ പ്രഖ്യാപിക്കപ്പെട്ട ആ പണൻ്റെ തന്നെ വലിയൊരു മാറ്റങ്ങൾ സിറിയയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. HTSൻ്റെ തലവൻ അവിടെ വന്നതോടുകൂടി എന്താ അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ അതിക്രമിച്ച് കയറി അവിടുത്തെ ആയുധങ്ങളും വെടിക്കോപ്പുകളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലും അപ്പാടെ തകർത്തു. അമേരിക്ക നോക്കി നിന്നു. എതിർക്കാൻ വേണ്ടി ഇവർക്കൊണ്ട് പറ്റിയില്ല. അങ്ങനെ സൈനികമായ രീതിയിൽ ആ രാജ്യം ശക്തി സംഭരിക്കുന്നത് ഇല്ലാതാക്കാൻ തന്ത്രപരമായിരിക്കുന്ന ഒരു ഇടപെടൽ അപ്രതീക്ഷിതമായി ഈ രീതിയിൽ ഇസ്രായേൽ നടത്തി. അവർക്ക് ഈ ഇസ്രായേലിന് അവിടെ എവിടെയൊക്കെയാണോ ഈ സംഭവ കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത് കൃത്യമായിരിക്കുന്ന വിവരം കിട്ടി. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അസദ് തന്നെ ചോർത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇല്ലാതെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഏതായിരുന്നാലും സൈനികരിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ഇത് ചോർത്തി കൊടുത്തത്. കൃത്യമായിരിക്കുന്ന നശീകരണം, രാജ്യത്തിൻ്റെ അകത്ത് 70% പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പോൾ കത്തബ് ഇസ്മുൽക്ക് എന്ന് പറയുന്ന പ്രദേശം, ഹർക്കത്ത് അൽ നുജാബ എന്ന പ്രദേശം, ലിവ ഫേത്ത് മിയോൺ എന്ന് പറയുന്ന പ്രദേശം, ഇതെല്ലാം ഷിയ വിഭാഗത്തിൻ്റെ സ്വാധീന മേഖലയാണ്. ഈ മേഖലയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സായുധപരമായ രീതിയിൽ വലിയ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിറിയയിൽ നിന്ന് ഇറാനിലേക്ക് 1600 കിലോമീറ്ററാണ് ദൂരം. അതിർത്തി നോക്കുന്ന സമയത്ത് ഇറാഖ്, സിറിയ അങ്ങനെയാണ് വരുന്നത്. ഈ ഇറാഖ് മാത്രമാണ് അതിനിടയിൽ, ഈ രണ്ട് രാജ്യത്തിനും ഇടയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇറാഖിൽ തന്നെ ഈ നല്ലൊരു ശതമാനം, ഇറാഖിൽ ഏറ്റവും കൂടുതൽ ഷിയാക്കളാണ്, 60% ഷിയാക്കളാണ്. അവരെ ഏരിയ കഴിഞ്ഞാൽ, അവരുടെ അതിർത്തി ഭാഗം കഴിഞ്ഞാൽ പിന്നീട് സിറിയയിലുള്ള
ഇറാൻ്റെ അതായത് ഷിയാക്കളുടെ അതിർത്തിയിലേക്കാണ് വരുന്നത്. അതിർത്തി അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ആക്രമണം നടത്തണമെങ്കിലൊക്കെ സപ്പോർട്ട് കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഡമാസ്കസിനടുത്ത് ലദാക്കിയ, ടർട്ടസ് എന്നീ തീരപ്രദേശങ്ങൾ ഷിയ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖല. അങ്ങോട്ട് ഈ സുന്നി വിഭാഗങ്ങളോ സൈന്യങ്ങൾ അങ്ങോട്ട് വരാറില്ല. അവർ സായുധപരമായ രീതിയിലൊക്കെ ശക്തി സംഭരിച്ചവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അലവി വിഭാഗത്തിൻ്റെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ ഏരിയകൾ, ഈ ലദാക്കിയ, ടർട്ടുസ എന്നൊക്കെ പറയുന്ന മേഖലകൾ. അപ്പോൾ ഈ ബഷർ അൽ അസദിൻ്റെ അവിടുത്തെ രാജ്യം വിട്ടുപോയിരിക്കുന്ന ഭരണാധികാരിയുടെ ജന്മദേശവും ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അയാൾ ഷിയ വിഭാഗമാണ്, അവർക്ക് വലിയ സ്വാധീനം ആ ഏരിയയിലുണ്ട്. ഹോംസ് പ്രവിശ്യ, അലപ്പ നഗരം, ദേർ ഐസോർ എന്ന് പറയുന്ന ദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പിടിപിടുത്തം ഇവർ നടത്തിയിട്ടുണ്ടെന്ന് ഷിയ വിഭാഗം. അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രമുള്ള മേഖലകൾ ജോർദാൻ, സിറിയ, ഇറാഖ് അതിർത്തി. ആ മേഖലകളിൽ അൽ തൻഫ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് സൈനികമായ രീതിയിൽ വലിയ ശക്തിയുള്ള ഏരിയയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അഷാക്ക എന്ന് പറയുന്ന ഏരിയ, അഷാക്ക് പ്രവിശ്യ, കൊബേനി ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ സുരക്ഷാ സംവിധാനം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഇതൊക്കെ ചോർന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഷിയ മിലിഷ്യ വിഭാഗം ഇവിടെ ശക്തി സംഭരിക്കുന്നുണ്ട്. അങ്ങനെ ശക്തി സംഭരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ആഭ്യന്തര പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് ആ രാജ്യത്തുള്ള ആളുകൾ, ജനങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആക്രമണം നടത്തിയാൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, സിറിയക്കകത്ത് ഈ ഷിയ മിലിഷ്യ വിഭാഗം ശക്തി സംഭരിച്ചാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ ശക്തി ക്ഷയിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ ഒടിഞ്ഞു തൂകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.